ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത് ഈ ഒരു ഡാബർ അംല ഹെയർ ഓയിലാണ്. ഇതിപ്പം കുറേ നാളായിട്ട് അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ട വീഡിയോസിൽ കുറച്ചെങ്കിലും വ്യൂ ഉണ്ടായിരുന്നത് ആ ഒരു വീഡിയോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേ സംശയങ്ങൾ, മിനറൽ ഓയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മുടി നരയ്ക്കുമോ അല്ലെങ്കിൽ മുടി വളരുമോ, പേന് വരുമോ, അങ്ങനെയുള്ള കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ആ റിവ്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അറിയില്ല എന്നിട്ടാ ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു സംശയങ്ങൾക്കൊക്കെ ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ടാണ്. മറുപടി മീൻസ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ഈ ഡാബർ അംല എന്ന് പറയുന്നത് ഈ ബോട്ടിൽ നിങ്ങൾ നോക്കണ്ട, ഇത് ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന അവിടുത്തെ ഡാബർ അംലയാണ് കേട്ടോ. ഈ ബോട്ടിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. നമ്മുടെ ഇവിടെയുള്ള ഡാബർ അംല ഓരോ ബോട്ടിൽ ഇങ്ങനെ ഡിസൈൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഡിസൈനാണ് ആദ്യം തന്നെ. ഇതാണ് ഡാബർ അംല. ഈ ഓയിൽ നല്ല ഡാർക്ക് ഗ്രീൻ കളറുള്ള ഒരു ഓയിലാണ്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ഡാബർ അംല ബോട്ടിലിൻ്റെ ഇതൊക്കെ ഞാൻ സൈഡിൽ കാണിച്ചു തരാമേ. ഒരു ഡിസൈൻ, അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന ആ ഒരു സാധനം എല്ലാം സെയിം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ഡിസൈൻ ഇങ്ങനെ മാറി മാറി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ എഴുതി വെച്ചിട്ട് കേട്ടോ ചില കാര്യങ്ങളൊക്കെ. അപ്പം അത് നോക്കിയിട്ട് പറയാം. ആദ്യം തന്നെ ഇതിൽ മിനറൽ ഓയിൽ ഉള്ളതുകൊണ്ട് നമ്മുടെ മുടി നരയ്ക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ഇതിൽ മിനറൽ ഓയിൽ ഉണ്ട്. അപ്പോൾ ഇനി മുടി നരയ്ക്കും. ഒരു കാര്യം കൂടെ, നമുക്ക് എല്ലാവർക്കും മുടി നരയ്ക്കില്ല, ചില ആളുകൾക്ക് മാത്രമേ നരയ്ക്കുകയുള്ളൂ. അതും കൂടെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കും. നമുക്ക് എല്ലാവർക്കും മുടി നരയ്ക്കില്ല, ചില ആളുകൾക്ക് മുടി നരയ്ക്കും. ഞാനിതാ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുടി നരയ്ക്കുന്ന കുറേ ആൾക്കാർ പറയുമ്പോഴും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം ഞാനിതൊരു 5 വർഷമായിട്ട് യൂസ് ചെയ്ത ഹെയർ ഓയിലാണ്. അപ്പോൾ എനിക്കിതുവരെ ഒരു പ്രശ്നമില്ല. എനിക്കിത് പറഞ്ഞു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവളുടെ ഫാമിലി ഫുള്ളും ഈ ഒരു ഹെയർ ഓയിലാണ്. അവർ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചപ്പോഴും അവർക്കും ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകുന്നു പറഞ്ഞിട്ടില്ല. അവർക്കും ഇങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഞാനാണ് നമ്മുടെ ഈ ഫാമിലിയിൽ ഈ ഒരു ഹെയർ ഓയിൽ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ റിലേറ്റീവിൽ വേറെ 2-3 ലേഡീസും അവരും യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിലൊരു ചേച്ചി കുറേ നാൾക്ക് മുന്നേ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ ചോദിച്ചു, ഇത് ചേച്ചി മുടി നരയ്ക്കൂ, ചേച്ചിക്ക് 1-2 മുടി നരച്ചു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഓരോ ആൾക്കാർ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മുടി നരയ്ക്കുന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അവളോട് ചോദിച്ചപ്പോൾ അവരുടെ ഫാമിലിയിൽ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അല്ല എഫക്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ ചേച്ചിയുടെ പറഞ്ഞു, എന്നാൽ പിന്നെ ഇനി ആ ഓയിൽ യൂസ് ചെയ്യണ്ട, കാരണം മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യണ്ടല്ലോ, കാരണം വീണ്ടും നരയ്ക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് നരയ്ക്കുള്ളൂ. ഞാനിപ്പോൾ പറഞ്ഞ ചേച്ചിക്ക് 30 വയസ്സൊക്കെ ആവുള്ളൂ. അപ്പോൾ ആ ചേച്ചിക്ക് മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു 5 വർഷം കൊണ്ട് യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ ഒരു മുടി നരച്ച് ഞാൻ കണ്ടില്ല. അപ്പം മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾക്ക് മുടി നരയ്ക്കും. എനിക്ക് ഭാവിയിൽ നരയ്ക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബിൽ ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനപ്പോൾ പറയാം എനിക്ക് മുടി നരയ്ക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഞാൻ പറയാമല്ല, ചില ആൾക്കാർക്ക് നരയ്ക്കും, ചില ആൾക്കാർക്ക് നോ നരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും അറിയേണ്ടത് മുടി വളരുമെന്നുള്ള കാര്യം. നമുക്ക് എല്ലാവർക്കും അതാണ് വേണ്ടത്, മുടി വളരുമെന്നും. ഞാൻ പറയാമല്ല, ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് നമുക്ക് ഭയങ്കരമായിട്ട് മുടി സൂപ്പറായിട്ട് വളരും, നല്ല കട്ടി വെക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്കങ്ങനെ മുടി കട്ടി വെച്ചിട്ടില്ല, പക്ഷേ നീളം വെക്കും. എനിക്ക് നീളം വെച്ചു. ഇപ്പോഴും ഞാൻ പറയണത് എല്ലാവർക്കും ഒരുപോലെ അല്ല എഫക്റ്റ് ചെയ്യണത്. എൻ്റെ അമ്മയും എന്നോടൊപ്പം ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ എൻ്റെ അമ്മയും എൻ്റെ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ മുടി നീളം വെച്ചിട്ടില്ല. അമ്മയ്ക്ക് എത്രയാണോ ഉള്ളത് അത്രയത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ പ്ലസ് ടു വരെയും എൻ്റെ മുടി ഒരു ലെവൽ വരെ വളരുള്ളൂ. പക്ഷെ ഞാൻ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും എനിക്ക് കുറച്ചുകൂടി ലെങ്ത് വെക്കാൻ തുടങ്ങി. എൻ്റെ മുടി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ വെട്ടിയതാണ്. കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു. ഞാൻ പറ്റുമെങ്കിൽ ഫോട്ടോ സൈഡിൽ കാണിക്കാം. കുറച്ചുകൂടി ലെങ്ത് ഉണ്ടായിരുന്നു, ഞാൻ വെട്ടിയതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് എൻ്റെ മുടി നീളം വെച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പറയാം, കട്ടി വെക്കൂല. കട്ടി എനിക്ക് വെച്ചില്ല, ഇനി വെച്ച ആൾക്കാർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മുടി വളരും, ചിലർക്ക് വളരൂല, സ്റ്റേബിളായിട്ട് നിൽക്കും. എത്രയാണോ ഉള്ളത് അത്രയും തന്നെ നിൽക്കും. ചില ആൾക്കാർക്ക് മുടി കൊഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് നെഗറ്റീവാണ് ഫീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് സ്റ്റോപ്പ് ചെയ്യുക. അത് ഞാൻ പിന്നെ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, പോസിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂ. പിന്നെ അടുത്തുള്ളത്, ഈ ഹെയർ ഓയിൽ ഉപയോഗിച്ചാൽ പേന് വരുമെന്നുള്ള കാര്യം. പേന് വരുമെന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മുടിയിൽ പേനുള്ള തലയാണെങ്കിൽ ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്താലും പേനുണ്ടാവും. ഇനി പേനില്ലാത്ത തലയാണെങ്കിൽ ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്താലും പേനുണ്ടാവില്ല. പേനും ഈ ഒരു ഹെയർ ഓയിലും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ മുടിയിൽ പണ്ട് നിറയെ പേനുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം പേനില്ല. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ടൈമിലും പേൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പേനില്ല. അത് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് പേന് പോകും, അല്ലെങ്കിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് പേന് വരുന്നത്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മുടെ മുടിയിൽ പേനുണ്ടെങ്കിൽ
ഏത് ഹെയർ ഓയിൽ യൂസ് ചെയ്താലും പെയിൻ. പിന്നെ വേറൊരു സംശയം, നമ്മുടെ ഈ ഹെയർ ഓയിൽ ഡെയിലി തേക്കണോ, മുടി വളരാൻ ഡെയിലി തേക്കണോ എന്നുള്ളത്. ഇപ്പം നിങ്ങൾ ഡെയിലി കുളിക്കുന്ന ആൾക്കാർ, അത് ഡെയിലി ചില ആൾക്കാർ എണ്ണ തേച്ച് കുളിക്കാറുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഡെയിലി തേക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി 2 ദിവസത്തിൽ ഒരിക്കലൊക്കെ തല നനയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ എടുക്കാം, ഒരു കുഴപ്പമില്ല. പിന്നെ തലയിൽ എണ്ണ വെക്കണമെന്നുള്ള കാര്യം, നിങ്ങൾക്ക് എണ്ണ വെക്കാൻ തലയിൽ ഇഷ്ടമാണെങ്കിൽ വെച്ചാൽ മതി, ഒരു പ്രശ്നവും ഇല്ലയെന്നുണ്ടെങ്കിൽ. തലയിൽ എണ്ണ വെക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഷാമ്പിട്ട് കഴുകി കളയാം. പിന്നെ ഞാൻ പറയട്ടെ, എനിക്ക് മുടി കൊഴിയുന്നുണ്ട്, ഇല്ലെന്നല്ല, മുടി കൊഴിയുന്നുണ്ട്, താരനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷേ എക്സ്ട്രാ ഭയങ്കരമായിട്ട് ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷം ഭയങ്കരമായിട്ട് മുടി കൊഴിയുക അങ്ങനെയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഈ ഒരു ഹെയർ ഓയിലല്ല, ഏത് ഹെയർ ഓയിലായാലും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ടെങ്കിലും ഉപയോഗിക്കരുത്, അത്രേ ഉള്ളൂ. അത് നമ്മളെല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം തന്നെയല്ലേ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചു. എത്ര വയസ്സ് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത്. ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം, എനിക്ക് പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ്, ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ തന്നെ അങ്ങ് യൂസ് ചെയ്യുക. അവർ കുറച്ചുകൂടി ഒന്ന് വലുതായിട്ട് ഒരു 10 വയസ്സോ അല്ലെങ്കിൽ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഇതുപോലുള്ള ഹെയർ ഓയിൽ അവർക്ക് കൊടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയണത്. കൊച്ചു കുട്ടികൾക്ക് ഇപ്പോഴേ നമ്മൾ ഇങ്ങനെയുള്ള ഹെയർ ഓയിലൊന്നും കൊടുക്കണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. സാധാരണ നമ്മൾ പണ്ടൊക്കെ നമ്മൾ വെളിച്ചെണ്ണയല്ലേ നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒരു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അവർക്ക് യൂസ് ചെയ്യുന്നിട്ട് വലുതാവുമ്പോൾ ഇതുപോലുള്ള ഹെയർ ഓയിലൊക്കെ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.